നിങ്ങൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് 10,000 20,000 ഡയമണ്ട് മുടക്കി സ്പിൻ ചെയ്യണ വീഡിയോസ് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. ബട്ട് വെറും 265 ഡയമണ്ട് എടുത്തിട്ട് സ്പിൻ ചെയ്യണ ഇവന്റ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനത്തെ ഒരു ഇവന്റ് സ്പിന്നിങ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, പിന്നെ തമിഴിൽ കണ്ടിട്ടാലും പേടിക്കൊന്നും വേണ്ട. 2,000 ഡയമണ്ട് ഞാൻ പൊട്ടിക്കണില്ല, കാരണം എനിക്കെൻ്റെ ആവശ്യമില്ല. നമ്മളപ്പോൾ അതിൻ്റെ പുതിയൊരു സ്കോഡിൻ്റെ ഇവൻ്റ് വന്നിട്ടുണ്ട്, സ്കോഡ് ട്രഷറിൻ്റെ ഇവൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലെയിം ചെയ്തിട്ട് തന്നെ അതിനും ഒരു 100 ഡയമണ്ട് കിട്ടും. പിന്നെ എനിക്ക് ടോപ്പപ്പിൻ്റെ ഇവൻറ്റിൽ നിന്ന്, അതായത് മന്ത്ലി ടോപ്പപ്പ് ചെയ്യുമ്പോൾ അതൊരു 50 ഡയമണ്ട് കിട്ടും. പിന്നെ നമ്മുടെ വീക്ക്ലി ടോപ്പപ്പിൻ്റെ നിന്ന് 50 ഡയമണ്ട് കാണും സംതിങ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ എല്ലാം കൂടി കണക്കി കൂട്ടി ഒരു 9 എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അത് ക്ലെയിം ചെയ്തിട്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ എയർ ഡ്രോപ്പ് എടുക്കുന്ന പരിപാടിയൊക്കെ നോക്കാം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ എയർ ഡ്രോപ്പ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എയർ ഡ്രോപ്പ് 99, അത് ഡോളറാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നോക്കണ്ട, നമുക്കിപ്പോൾ അത് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ട് ഒരു മിനിറ്റ്. ഓക്കെ, ക്ലെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഈ ഒരു ഐറ്റംസ് ക്ലെയിം ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു വൗച്ചർ ക്ലെയിം ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ വൗച്ചറാണ്, ഇന്ത്യൻ സർവർ ഇല്ലത്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നി നമ്മുടെ മെയിൻ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സാധാരണ പോലെ ഇൻക്യുബേറ്ററിൻ്റെ വൗച്ചർ. പിന്നെ നമ്മുടെ ടോപ്പപ്പ് മന്ത്ലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മന്ത്ലി ടോപ്പപ്പ് ചെയ്യണ കാര്യം, അതായത് മന്ത്ലി ടോപ്പപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഡയമണ്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ഇതെനിക്ക് വിണ്ടർലാൻഡിൻ്റെ എനിക്ക് ആ എക്സ്യൂട്ട് എടുക്കണമെന്നുണ്ട്. ബട്ട് എൻ്റെ ഒരു നിവൃത്തിയില്ല ഗൈസ്. ആകെ ഞാൻ ഇത് ചെയ്തേക്കണ 266 ഡയമണ്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഗരനെ കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഒരേ നേരത്തിനായിട്ട് നമുക്ക് പതുക്കെ തുറക്കാം. നമുക്ക് ഒരേ നേരമായിട്ട് തുറക്കണേണ് ഗൈസ്. ഓക്കെ, ഇപ്പം ഒന്നും കിട്ടിയില്ല. അറിയാലോ നിങ്ങൾക്ക്, ഗരൻ അങ്ങനെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക്. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് നമ്മൾ ഈ എയർ ഡ്രോപ്പ് എടുത്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ഗരനാക്കാം. അത് ഏറ്റവും ലക്കുള്ള ഒരു അക്കൗണ്ടിൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് കിട്ടണത്. അത് പെർമനൻ്റ് അടിക്കണം. എയർ ഡ്രോപ്പ് എടുക്കുന്ന ചെറ്റ്സ് ക്രേറ്റിനൊക്കെ പെർമനൻ്റ് അടിക്കുന്നത് അത് ഏറ്റവും ലക്കുള്ളവന്മാർ ഭാഗ്യവാന്മാരാണ് അങ്ങനെ അടിക്കണവന്മാർ. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇൻക്യുബേറ്റർ സ്പിൻ ചെയ്യാം. ഇത് ചിലവരുടെയൊക്കെ നൊസ്റ്റാളജി ആയിക്കോളൂ, കാരണം ഇന്ത്യൻ സർവീൽ നിന്ന് പോയിട്ട് ഏകദേശം 2 വർഷം കണ്ടായി തോന്നുന്നു. ഇന്ത്യൻ സർവറിൽ ഇപ്പോൾ റിട്ടേൺ വരില്ല ഒരിക്കലും ഇൻക്യുബേറ്റർ. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ സർവറിൽ ഇൻക്യുബേറ്റർ അപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ ഇൻക്യുബേറ്റർ എപ്പോഴും മിസ്സും ചെയ്യുന്നില്ല, കാരണം ഇന്ത്യൻ സർവറിൽ ഞാൻ കളിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇങ്ങനെ മിസ്സിങ് ആയിക്കോളൂ. ഇത് കാണുമ്പോൾ നല്ലൊരു പണ്ടത്തെ ഓർമ്മയൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ വരും. ഇപ്പം ഓക്കെ, സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോണൊക്കെ 25 സ്റ്റോണാണ് എനിക്ക് ബ്ലൂ പ്രിൻ്റ് എനിക്ക് വേണ്ടത്. അത് താകിരിനെ ഒന്ന്. ഓക്കെ, കൺഗ്രാലേഷൻസ്. ഓക്കെ, അറിയാലോ ബ്ലൂ പ്രിൻ്റ് എന്ന്, സോറി, സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിട്ടാണ് ഈ ഒരു മറ്റേൻ്റെ സ്പിൻ ചെയ്താലോ? ഏത് സ്പിൻ ചെയ്യട്ടെ? അതിനൊരു ടോക്കൺ കിടപ്പുണ്ട് ഗൈസ്. ടോക്കൺ നമുക്ക് വാങ്ങണം. അതായത് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു വൗച്ചർ കിടപ്പുണ്ട്. അത് 10 50 ഡയമണ്ട് ഫസ്റ്റ് നമുക്ക് വാങ്ങാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ പുതിയ ഇവോഗൺ, അതായത് ഇവോഗൺ നമുക്കൊരു 5ൻ്റെ സ്പിൻ ചെയ്യാം. ഓക്കെ, 5ൻ്റെ അതന്നെ നമുക്കൊരു 5ൻ്റെ സ്പിൻ ഇവോഗൺ ചെയ്യാം. മറ്റേത് രണ്ടാമത്തത് ചെയ്യാം. ഓക്കെ, അറിയാം, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ തന്നെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ സ്പിൻ ചെയ്തു. എൻ്റെ പൊന്നു ഗായ്സ്, ഇവിടെ 5ൻ്റെ സ്പിൻ ചെയ്തോളൂ. കിട്ടി, സാധനം കിട്ടി നമുക്ക്. എൻ്റെ പൊന്നോ, ലക്ക്. ഇതാണ് ഇത് എൻ്റെ അക്കൗണ്ടിൽ മാത്രമുള്ള ഒരു ലക്കാണ് ഗൈസ്. എൻ്റെ പൊന്നു, 5ൻ്റെ സ്പിൻ ചെയ്തോളൂ. അപ്പം തന്നെ അത് സാധനം കിട്ടി. എൻ്റെ പൊന്നു, നമുക്ക് നോക്കണ്ട. ഈ ഡയമണ്ട് ഫുള്ള് തീർക്കാം. ഏതായാലും 216 ഡയമണ്ട് ഉണ്ട്. അത് നമുക്കൊന്ന് വേസ്റ്റ് ആക്കി കളയാം. ഇത് സ്പിൻ ചെയ്ത് നോക്കട്ടെ. ഇനി സ്പിന്നിങ് വീഡിയോ ആയതുകൊണ്ട് എല്ലാം കണ്ടിടുന്നോളൂ. കിട്ടിയില്ല. അത് അറിയാം. നമുക്ക് കുഞ്ഞൊന്നും വേണ്ട. വെറും 9ൻ്റെ ഡ്രോപ്പ് വന്നെടുത്ത സംഭവമാണ്. ഓക്കെ, നമുക്ക് അതെ അളിയാ, ഫസ്റ്റിന് ഒരെണ്ണം കിട്ടി. കിട്ടുമെന്നൊക്കെ അറിയാം. 39 ഡയമണ്ട് പിന്നെ സ്പിൻ ചെയ്തിട്ടുണ്ട്.
ഇത് കിട്ടി 2 കിട്ടി. 2 കിട്ടാറുണ്ട് എൻ്റെ അക്കൗണ്ടിനകത്ത്, അത് വേറെ കാര്യം. ഇനി കിട്ടുമോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഇനി കാനഡ സ്വന്തം, അതെന്തോ ബഗ് അടിച്ച് കിട്ടിയാന്ന് തോന്നുന്നു. അതെന്തോ ബഗ് അടിച്ച് കിട്ടിയ എങ്ങനെയാണ് അത് എനിക്കറിയാൻ പാടില്ല. അതെനിക്ക് എന്താന്ന് പെട്ടെന്ന് കിട്ടിയത് എനിക്ക്. നോക്കി 97 ഡയമണ്ടും കൂടി മുമ്പ് അതിൻ്റെ സംതിങ് ചെയ്തത് കയ്യിലില്ല. കിട്ടത്തില്ല, ഇനി കിട്ടത്തില്ല. ഇനി 88 ഡയമണ്ടും കൂടി. ഓക്കെ. നമുക്ക് ആ ഇൻക്യുബേറ്റർ എടുക്കണം തോന്നുന്നു. ഇൻക്യുബേറ്റർ നമുക്കൊന്ന് സ്പിൻ ചെയ്താലോ? ഇൻക്യുബേറ്റർ ചെയ്യണോ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ ചെയ്യാം. നമുക്ക് ഇൻക്യുബേറ്റർ എടുക്കാം. നമുക്ക് 5ൻ്റെ സ്പിൻ ചെയ്യാം. കിട്ടിയില്ല. ഓക്കെ, അറിയാലോ. ഇല്ല. ഓക്കെ, ഒന്നും കിട്ടില്ല കൈസ്. ഓക്കെ, വെറുതെ ചുമ്മാ അത് എങ്ങാടെ 5 ഇൻക്യുബേറ്റർ അങ്ങോട്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് 79 ഡയമണ്ട് വേണ്ട, നമുക്ക് ഇതൊന്ന് 39 ചെയ്യണം. ഓക്കെ, 39 ചെയ്തൊക്കെ കിട്ടിയല്ലേ? പറയാൻ പറ്റത്തില്ല. ഇല്ല, അതും കിട്ടിയില്ല. ഓക്കെ, നമുക്കിനി ഇത് കറക്കി നോക്കാം. കിട്ടിയില്ല. പക്ഷേ അത് കുഴപ്പമില്ല. അതിൻ്റെ ഡബിൾ മൂവ്മെൻറ്റ് സ്പീഡാണ് അത്യാവശ്യം കുഴപ്പമില്ല. അതൊരു സ്കിന്നാണെന്ന് തോന്നുന്നത്. ഓക്കെ, വേറെ നമുക്കിത് ഇറക്കിയാലോ? 9 ഡയമണ്ട്. ഓക്കെ, ബൂയ പാസ്, അതും കിട്ടിയില്ല. ഓക്കെ, ഇനി അങ്ങനെ 27 ഡയമണ്ടും കൂടി ഉണ്ട്. അടുത്ത് എന്ത് ചെയ്യും നമ്മൾ 27 ഡയമണ്ടിന്? ഇത് ഇനി ഇത് 9ൻ്റെ ഇതുണ്ടല്ലോ. ഓക്കെ, 9ൻ്റെ ചെയ്ത് നോക്കാം. എല്ലാം കിട്ടിയാലോ? ഇല്ല, ഒന്നും കിട്ടില്ല. 12 ഡയമണ്ടും കൂടി. ഇനി 12 ഡയമണ്ട് നമ്മൾ എന്ത് ചെയ്യും? 12 ഡയമണ്ടിന് നമ്മൾ ഇത് ചെയ്യാം. ഓക്കെ, 9 സ്പിൻ. ഒന്നും കിട്ടിയില്ല. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഇമോട്ട് കിട്ടിയല്ല, സ്കോഡ് ഇമോട്ട് കിട്ടിയല്ല. ഞാൻ ലൈവ് പോയപ്പോൾ ആൾക്കാർ ചോദിച്ചോളൂ ബ്രോ അത് എടുക്കണുണ്ടാന്ന്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അത് പോയി ഇക്വിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇക്വിപ്പ് ചെയ്യണ പറയുന്നതാണ്. എന്നാലും എങ്ങനെ കിട്ടിയത്? അതിന് മുമ്പ് നമുക്ക് ആ ടോക്കണും കൊണ്ട് നമ്മുടെ ക്രിസ്റ്റൽ വാങ്ങിച്ചു വെക്കാം. അതുകൊണ്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കത് ആ ഇമോട്ട് എന്ത് ചെയ്യും? ഇമോട്ട് ഇവിടെ നോക്കണമല്ലോ. അത് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് വേറെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. കളക്ഷൻസ് ഇമോട്ട് ദേ ഇതാണ് നമ്മുടെ ഇമോട്ട്. എൻ്റെ പൊന്നോ, അത് അവിടെ എടുത്ത് വെക്കും. ഫുള്ളാണല്ലോ വെച്ചും. ഇവിടെ വെക്കാം. ഓക്കെ, ആയില്ലല്ലോ, അത് ഇവിടെ വെക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഇമോട്ട്. ഓക്കെ, നമ്മുടെ ഇമോട്ട് സെറ്റാക്കി. എൻ്റെ കാര്യം ഇമോട്ട് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ലാത്തൊരു ഇമോട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല ഇമോട്ട് കണ്ടിട്ട്. എന്നാലും ഇവിടെ ഇട്ട് നോക്കട്ടെ. അത് തന്നെ, അടിപൊളി. കുഴപ്പമില്ല. സ്കോഡ് ഇമോട്ട് എനിക്ക് ഉണ്ടായില്ല. എന്നാലും 9ൻ്റെ എയർ ഡ്രോപ്പിന് എടുത്തിട്ട് 9ൻ്റെ എയർ ഡ്രോപ്പിന് വെറും 9ൻ്റെ എയർ ഡ്രോപ്പ് ഞാൻ എടുത്ത സംഭവമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ നല്ല കണ്ടന്റ് കിട്ടാൻ വേണ്ടി ലൈക്കും ചെയ്യുക. ഓക്കെ, ടാറ്റ. അപ്പം അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് വരത്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഓക്കെ, ടാറ്റ. ഒരു മിനിറ്റ്, ഞാൻ ആ ഗ്ലൂവാളിൻ്റെ സ്കിന്ന് കാണിച്ചെന്നല്ലേ? ഇതാണ് നമ്മുടെ ഗ്ലൂവാൾ എടുത്ത സ്കിന്ന്. ഓക്കെ, അപ്പം ഇത് വിൻ്റർലാൻഡിൻ്റെ സ്കിൻ അതുകൊണ്ട് ഞാൻ എടുത്തത്. കാരണം അത് റിട്ടേൺ വരാൻ ചാൻസ് വളരെ കുറവായിട്ടുള്ള സ്കിന്നാണ് വിൻ്റർലാൻഡിൻ്റെ കോസ്മിക് ഇവൻ്റ് വരുന്നൊരു സ്കിന്ന്. അതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്തത്. നല്ലൊരു സ്കിന്നായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പം ഇന്ത്യൻ സെർവറിൽ വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും, പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ വോയിസ് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണാം. ഓക്കെ, ടാറ്റ.